ഹായ്, നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു ചിക്കൻ മക്രോണി തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനായി നമ്മളിവിടെ 1/2 കിലോ ചിക്കൻ, അതുമാതിരി തന്നെ 1/2 കിലോ മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ മക്രോണി തയ്യാറാക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ്. അപ്പോൾ അതിനായി ഞാൻ ആദ്യം ചിക്കൻ മാരിനേഷൻ ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് അത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മളത് എന്ത് ചെയ്യുന്നു, അതിൽ മക്രോണി ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നു. മക്രോണി നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുമാതിരി തന്നെ കുറച്ച് ഓയിലും ഇതിലേക്ക് ഒഴിക്കുന്നു. മക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെക്കാനാണ് ഓയിൽ ഇതിലേക്ക് ഒഴിക്കുന്നത്. ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് തിളപ്പിച്ച ശേഷം മക്രോണി ഒന്ന് ഡ്രൈൻ ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ അതിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ് എന്നിവ അരിഞ്ഞ് തയ്യാറാക്കി വെക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഉപയോഗിച്ചു എന്ത് ചെയ്യുന്നു, അത് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, അതുമാതിരി തന്നെ ഇഞ്ചി, പച്ചമുളക് 3 കൂടി ഇട്ട് കൊടുത്ത് നന്നാക്കി ഒരു പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു. ശേഷം അരിഞ്ഞു വെച്ച വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും, പെട്ടെന്ന് വലിയ ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ഉപയോഗിച്ചത്. അതും അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നാക്കി ഒന്ന് വഴറ്റിയെടുത്തു. ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അത് അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അത് ഒന്ന് നന്നാക്കി ഇളക്കി വഴറ്റിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൊടികളായിട്ടുള്ള മസാലകളെല്ലാം അതിനൊരു കൂട്ടായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നാക്കി അതിൻ്റെ മസാലയോടൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ശേഷം നമ്മൾ ആദ്യം പറഞ്ഞതുമാതിരി ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തിട്ടാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ചിക്കൻ ഫ്രൈ ചെയ്ത് ഞാൻ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നാക്കി ഇളക്കിയെടുത്തു. അത് നന്നാക്കി മസാല ചിക്കനിലെ ക്രഷ് ചെയ്ത ചിക്കനിലെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നാക്കി ഇളക്കുക. അതിനിടയിൽ നമുക്ക് അതിലെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കണം. ഉപ്പ്, എരിവ് കുറവാണെങ്കിൽ അല്പം കുരുമുളക് പൊടി നമുക്ക് ഉപയോഗിച്ച് അത് ഇതാക്കാം. ശേഷം നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നാക്കി ഡീപ്പായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഡ്രൈൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മക്രോണി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല ഒക്കെ അത്യാവശ്യം നന്നാക്കി എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം നമുക്ക് ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് കുക്കറായതുകൊണ്ട് എനിക്ക് എല്ലാം കൂടി ഒരുമിച്ചിടാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് ഇട്ട് കൊടുത്ത് അത്യാവശ്യം അത് ഡീപ്പായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും മക്രോണിയിൽ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ ഇളക്കി. അങ്ങനെയാണ് ഞാനിതിവിടെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തത്. ശേഷം എരിവിനനുസരിച്ച് മക്രോണിയുടെ മുകളിൽ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, ഇത് സ്പൈസി ആയിട്ടാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നാക്കി മിക്സ് ചെയ്ത് എടുത്തു. ശേഷം ഒരു 5 മിനിറ്റോളം നല്ല ഒരു മീഡിയം സൈസ് തീയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് ഒന്ന് ഇളക്കിയെടുത്തു. എന്നിട്ടൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തു. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല തിക്കി ഗ്രേവി ആയിട്ടാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ മുഴുവൻ മക്രോണിയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായ രീതിയിൽ മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റോളം നമ്മൾ സ്ലോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം.
അതിനിടയിൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഇത് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം തീ ഒന്ന് മാക്സിമം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇളക്കുക. എന്നിട്ട് മേലെ അവസാനം കുറച്ച് ഓയിൽ, നമ്മളുടെ അടുത്തുള്ള ഓയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്ത്, കൂടുതലൊന്നും ആവശ്യമില്ല, കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്ത് നന്നാക്കി വീണ്ടും ഇളക്കുക. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിച്ചപ്പ് അവസാനമായിട്ട് ഇതിൻ്റെ ഒരു പണി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി ഇളക്കുക. അപ്പം ഈ ഒരു മല്ലിച്ചപ്പൊക്കെ ഇതിലേക്ക് എത്തിച്ചേരുമ്പോൾ നല്ലൊരു സ്വാദാണ് ഇതിനുണ്ടാവുന്നത്. എന്നിട്ട് വീണ്ടും നന്നാക്കി, ഇത് മല്ലിച്ചപ്പ് തുടക്കത്തിലും ആഡ് ചെയ്യുന്നവരുണ്ട്, ഞാനിവിടെ അവസാനമായിട്ടായിരുന്നു മല്ലിച്ചപ്പ് ആഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. എന്നിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടപ്പൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചിക്കൻ മക്രോണി തയ്യാറാക്കാൻ പറ്റുന്നത്. ഇനി ഇത് നമുക്ക് നേരെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാന്നുള്ളതാണ് അടുത്തൊരിത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ മക്രോണിയാണിത്. ഇത് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് എങ്ങനെ ഒരു മക്രോണി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൽ വിവരിച്ചത്. ഏതായാലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാവുന്നതാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. താങ്ക് യു.